വെറും 4 ലക്ഷം രൂപ ഞാൻ അടച്ചിട്ട് 15 ലക്ഷം രൂപ സേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ നമ്മൾ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു കോമ്പിനേഷൻ രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ഒരു നേട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും യോജിക്കണമെന്നില്ല. പക്ഷേ ഈ വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെറും 4 ലക്ഷം രൂപ അടച്ചിട്ട് 15 ലക്ഷം രൂപ ഞാൻ എങ്ങനെയാണ് നേടിയത് അല്ലെങ്കിൽ എനിക്ക് ലാഭം ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ടും 2-3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് KSFയിലെ മുടക്കച്ചിട്ടികൾ എന്ന് പറഞ്ഞുള്ള രീതിയും അതുപോലെ ഹോം ലോണിൻ്റെ പ്രീപേയ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. തൃശ്ശൂർ ഒരു വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സ്ഥലം വാങ്ങുന്നതിനായിട്ട് ഒരു ലോൺ എടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ലോൺ എടുത്തത് അത്യാവശ്യം വലിയ ഒരു ക്വാണ്ടിറ്റിയുള്ള ലോണായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോണ് നമ്മളുടെ KSFE ചിട്ടികൾ ഉപയോഗിച്ച് മുൻകൂറായിട്ട് അടച്ചു തീർത്ത് ലോണിൻ്റെ ബാധ്യതകൾ കാര്യമായിട്ട് വരാത്ത രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ 3 KSFE ചിട്ടികൾ സബ്സ്റ്റിറ്റ്യൂഷൻ രൂപത്തിൽ ചേർന്നിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ചിട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? KSFEയിൽ മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ ചിട്ടികൾ അതുവരെയുള്ള ഒരു എമൗണ്ട് അടച്ചുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ലാഭവും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചേർന്നിട്ടുള്ളൊരു ചിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ വെച്ച് 40 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിൻ്റെ ചിട്ടികളായിരുന്നു. അത് 15ാമത്തെ നറുക്കിലോ ആണ് ഞാൻ ചേർന്നത്. ആ സമയത്ത് എനിക്ക് 3,18,000 രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഒരു 4 ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടച്ചു. ഏകദേശം 91,800 രൂപയോളം 4 ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടച്ചു. അപ്പോൾ അങ്ങനെ ഈ 15 ഇൻസ്റ്റാൾമെൻറ്റ് വേറെ ആരോ അടച്ച് അയാൾക്ക് കിട്ടിയിട്ടുള്ള ലാഭമല്ല എനിക്ക് ആദ്യത്തെ തവണ തന്നെ എനിക്ക് വിളിക്കിഴിവിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുകയും തുടർന്ന് 19 ഇൻസ്റ്റാൾമെൻ്റ് ആയപ്പോൾ വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു ബെനിഫിറ്റോട് കൂടി ആ ചിട്ടി വിളിച്ചെടുക്കാനും സാധിക്കും. 10 ലക്ഷത്തിൻ്റെ ചിട്ടി 8,85,000 രൂപയ്ക്കാണ് ഞാൻ വിളിച്ചെടുത്തത്. ചിട്ടിയുടെ കമ്മീഷൻ 50,000 രൂപ, അതിൻ്റെ GST 9,000 രൂപ, ഞാൻ വിളിച്ചെടുത്തത് 65,000 രൂപ, പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജ് ഒരു 150 രൂപ മറ്റോ ആയിട്ട് എനിക്ക് ഏകദേശം 8,76,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. ഞാൻ ഈ ചിട്ടിയിൽ ചേർന്നത് ജൂലൈ മാസത്തിലായിരുന്നു. ഏകദേശം 3,18,000 രൂപ കൊടുത്ത് ചിട്ടിയിൽ ചേർന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് അടച്ചു. സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ചിട്ടി വിളിച്ചെടുത്തു. ഒക്ടോബർ 17-ാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും ചെയ്യും. അതായത് 4,09,000 രൂപ മാത്രം ഞാൻ അടച്ചിട്ട് എനിക്ക് 8,76,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഈ 8,76,000 രൂപയിൽ ഞാൻ 3,76,000 രൂപ എൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചു. ബാക്കി 5 ലക്ഷം രൂപ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബാങ്കിനെ സമീപിച്ചിട്ട് എൻ്റെ ഹോം ലോൺ 5 ലക്ഷം രൂപ പ്രിൻസിപ്പലിലേക്ക് അടയ്ക്കാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഹോം ലോണിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ 34,446 രൂപ 180 മാസം അടയ്ക്കേണ്ട അല്ലെങ്കിൽ 15 വർഷം അടയ്ക്കേണ്ട തരത്തിലുള്ളൊരു ലോണാണ്. ഞാനപ്പോൾ എടുത്തിട്ടുള്ള 35 ലക്ഷം എന്നുള്ളതിന് പകരമായിട്ട് ഏകദേശം 78 ലക്ഷത്തോളം രൂപയൊക്കെ ഞാൻ അത് ടോട്ടലായിട്ട് 15 വർഷം അടച്ചാൽ നമ്മൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. വലിയ ഗംഭീര നഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 5 ലക്ഷം രൂപ കൊണ്ടുപോയി അടയ്ക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നിട്ടുള്ള ബാലൻസ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 174 മാസം കൂടെ എനിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 ലക്ഷം രൂപ കണ്ട് അടച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചെന്നാൽ ഈ 174 എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത് 132 കുറഞ്ഞു. അതായത് വെറും 5 ലക്ഷം രൂപ ഞാൻ ഈ ലോണിൻ്റെ ആദ്യ സമയമായിട്ടുള്ള ഈ സമയങ്ങളിൽ അടച്ചപ്പോൾ എനിക്ക് 42 ഇൻസ്റ്റാൾമെൻറ്റ്സ് എനിക്ക് കുറച്ച് അടച്ചാൽ മതി എന്നുള്ള രീതിയിലായി. ഈ 42 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഞാൻ സാധാരണ രീതിയിൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 34,446 ഇൻറ്റു 42 14,47,572 രൂപ എനിക്ക് വരുമായിരുന്നു. അതായത് എനിക്ക് ഈ 5 ലക്ഷം രൂപ അടയ്ക്കുന്നതിൽ നിന്ന് എനിക്ക് 14.5 ലക്ഷം രൂപയോളം എനിക്ക് ലാഭം കിട്ടി എന്നുള്ളതാണ്. അപ്പം ഞാൻ എഫക്റ്റീവ്ലി ഞാൻ അടച്ചിട്ടുള്ളത് എന്താണ്? ഈ ചിട്ടിയിലേക്കുള്ള ആ 3
3.15 ലക്ഷം രൂപയും ചിട്ടി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 100,000 രൂപയും അടക്കം 4 ലക്ഷത്തോളം രൂപ മാത്രമേ അടച്ചുള്ളൂ. എനിക്ക് ഏകദേശം 15 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചിട്ടിയിലുള്ള മുടക്ക ചിട്ടികൾ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കോർപ്പസും പിന്നെ മന്ത്ലി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിലുള്ള ചിട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വലിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നതിൻ്റെയൊക്കെ ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലിവിങ് എക്സാമ്പിളാണ് ഈ കാര്യത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനിയും 2 ചിട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ ചിട്ടി അവിടെ വിളിച്ചിട്ട് 8.25 ലക്ഷം രൂപ കയ്യിലേക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിട്ടിയുടെ പണം റിലീസ് ചെയ്ത് 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഒന്ന്, എനിക്ക് മറ്റുള്ള 2 ചിട്ടികൾ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 25,000 × 100 മറ്റൊരു ചിട്ടിയുണ്ട്. പിന്നെ ഇതേ ചിട്ടിയിൽ തന്നെ 25,000 × 40 മറ്റൊരു ചിട്ടിയുണ്ട്. അപ്പോൾ ഇതിൽ 25,000 × 100 ആ വലിയ ചിട്ടി ഇതിന് ജാമ്യമായിട്ട് കൊടുത്തു. അങ്ങനെ ഒരു 4.5 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടി. പിന്നെ കുറച്ച് ഗോൾഡും അവിടെ പ്ലെഡ്ജ് ചെയ്തിട്ടാണ് എനിക്ക് ഈ 8.25 ലക്ഷം രൂപ വളരെ എളുപ്പത്തിൽ തിരിച്ചു കിട്ടിയത്. അത് ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഡബിൾ നമുക്ക് തിരിച്ചു കിട്ടുകയും അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ഒഴിവാക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സീക്വൻസ് ചെയ്താൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് 8848030018 എന്നുള്ളതാണ് നമ്പർ. പക്ഷേ ചിട്ടികൾ ചേരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒരു 10 കാര്യങ്ങളും കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലോണുകൾ തീർക്കാനൊക്കെയുള്ള നല്ലൊരു ഉപാധിയാണെന്നുണ്ടെങ്കിലും ചിട്ടി ഒരു കാരണവശാലും ഒരു നല്ല സേവിങ്സ് ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിക്കണം. ചിട്ടിയിൽ സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന തുകയൊക്കെ അടുത്തുള്ളൊരു എമൗണ്ട് മാത്രമായിരിക്കും സാധാരണഗതിയിൽ ചിട്ടിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുൻകൂറായിട്ട് പൈസ മേടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചിട്ടി ചേരുക എന്നുള്ളതായിരിക്കും നന്നാവുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ചിട്ടികളും എല്ലാവർക്കും യോജിക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് യോജിക്കുന്ന ചിട്ടികൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ചിട്ടികൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബാധ്യതകൾ തീർക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡയറക്ഷനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. ചിട്ടി ഒരു കാരണവശാലും നിങ്ങൾ വിളിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിട്ടിയിൽ ചേരാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു മണി വാല്യൂ ആയിരിക്കില്ല ചിട്ടി അവസാനിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ആദ്യമേ ഇട്ട് പോകുന്ന പണത്തിൻ്റെ മൂല്യത്തിനേക്കാൾ താരതമ്യേന കുറഞ്ഞ മൂല്യമായിരിക്കും നമുക്ക് അവസാനം കിട്ടുക, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം കാരണം. അപ്പം നമ്മൾ ചിട്ടി ഒരിക്കലും ലാസ്റ്റിൽ പോയിട്ട് നമുക്ക് വിളിച്ചെടുത്ത് അല്ലെങ്കിൽ വിളിക്കാതെ നിർത്തിക്കൂടെ എന്നുള്ളത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചിട്ടി കൃത്യമായിട്ട് സമയങ്ങളിൽ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള ഇൻകം ഇല്ലാത്ത ആളുകളോ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകളോ ഒരു കാരണവശാലും ചിട്ടിയിൽ ചേരരുത്. കൃത്യമായിട്ടുള്ള ഇൻകം ഇല്ലാത്ത ആളുകൾക്ക് ചിട്ടി മാസം തോറും അടയ്ക്കാൻ പറ്റാതെ വരും. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തവർ ഈ പൈസ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം കുടുക്കിലാവും. അവസാനം KSFക്ക് പലിശയും പിഴപ്പലിശയും നമ്മൾക്ക് കിട്ടേണ്ട ഡിസ്കൗണ്ട് നഷ്ടപ്പെടലും ഒക്കെ ആയിട്ട് നമ്മൾ വളരെയധികം നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻകവും കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ളവർ മാത്രം ചിട്ടി ചേരുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിട്ടിയിൽ വരുന്ന ചെലവുകളാണ്. നമുക്ക് 5% കമ്മീഷൻ. അതായത് 10 ലക്ഷം രൂപയുടെ ചിട്ടി, എൻ്റെ ആ ഉദാഹരണത്തിൽ പറഞ്ഞ 10 ലക്ഷം രൂപയുടെ ചിട്ടിക്ക് 5% കമ്മീഷൻ 50,000 രൂപ KSFക്ക് കൊടുക്കണം. ആ കമ്മീഷൻ്റെ 18% 9,000 രൂപ അതിന് GSTയും നമ്മൾ അടയ്ക്കണം. അതിനൊരു ഡോക്യുമെന്റേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് 250 രൂപയോളം വരും. പിന്നെ മറ്റുള്ള ജാമ്യങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ചെറിയ ചാർജുകളൊക്കെ വരും. അപ്പോൾ ആ ചാർജുകൾ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം ചിട്ടി ചെയ്യും. പിന്നെ എപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ചിട്ടിയിൽ നിന്നുള്ള പണം പിൻവലിച്ച് മറ്റൊരു ചിട്ടിയും കുറച്ച് ഗോൾഡും ജാമ്യമായിട്ട് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏത് ചിട്ടി ചേർന്നാലും നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പൈസ പിൻവലിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രം, കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പണ്ടൊരു സീരിയൽ നടിയോ സിനിമാ നടിയോ ഇതുപോലെ KSF ചിട്ടിയിൽ ചേർന്നിട്ട് പൈസ തിരികെ കിട്ടാതെ വലിയ പുകിലുണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള ഒരു ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചിട്ടി ചെയ്യും. നമ്മൾക്ക് മാച്ച് ചെയ്യുന്ന ഡ്യൂറേഷനുള്ളതും നമ്മൾക്ക് മാച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ചിട്ടികൾ മാത്രം ചേരുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ്. അതായത് നമ്മൾക്ക് ആവശ്യം ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും 10 ലക്ഷം രൂപയുടെ ചിട്ടിയിലല്ല ചേരുന്നത്. 12 ലക്ഷം രൂപയുടെ 15 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേരണം. എന്നാൽ മാത്രമേ ഈ കിഴിവൊക്കെ കഴിച്ച് നമ്മുടെ കയ്യിൽ 15 ലക്ഷം രൂപ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾക്ക് കുറേ
അകലെയുള്ള അല്ലെങ്കിൽ കുറേ വലിയൊരു ചിട്ടിയിൽ 100 മാസത്തിൻ്റെ ചിട്ടിയിലൊക്കെ ചേർന്നിട്ട് 2 മാസത്തിനുള്ളിൽ വിളിച്ചെടുക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതായത് 2 മാസത്തിനൊക്കെ ഉള്ളിൽ വിളിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ വിളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ ചിട്ടിയിൽ വേണം ചേരാൻ. അപ്പോൾ ചിട്ടിയുടെ ഡ്യൂറേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിട്ടിയിൽ ലാഭമോ നഷ്ടമോ എന്നുള്ളത് അതിൽ ചിട്ടിയിൽ ചേരുന്ന ആളുകൾ എത്ര രൂപയ്ക്ക് വിളിക്കുന്നു, അതിൽ എങ്ങനെയൊക്കെ വിളി നടക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് ലാഭമോ നഷ്ടമോ എന്നുള്ളതും നമുക്ക് എന്ന് ചിട്ടി കിട്ടും എന്നുള്ളതിനും യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. പലരും പറയാറുണ്ട് നമുക്ക് ചിട്ടി ചേർന്ന് പറഞ്ഞാൽ പിറ്റേ മാസം തന്നെ നമുക്ക് ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. അതൊന്നും സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ്. വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കും. എപ്പോഴും നമ്മൾ ചിട്ടി വിളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ. അതായത് എനിക്ക് ഒക്ടോബർ 17-ാം തീയതി പൈസ കിട്ടിയത് സെപ്റ്റംബർ 17-ാം തീയതി വിളിച്ചിട്ടുള്ള ചിട്ടിയുടെ എമൗണ്ട് ആണ്. അപ്പോൾ 1 മാസത്തിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്തായാലും ഉണ്ടാവും. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓപ്ഷനിൽ അവർക്ക് 10% മേലുള്ള ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണ് ചിട്ടി ചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.